രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ, രണ്ട് തരം മാധ്യമവേട്ട. ജനാധിപത്യ സർക്കാരുകളും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം എന്താവണം? മാധ്യമങ്ങൾ അധികാരികളോട് ചോദ്യമുയർത്തും, അധികാരികൾ തിരിച്ച് മാധ്യമങ്ങളോട് തുറന്ന് സംസാരിക്കും. ഇത് സങ്കല്പം. പ്രയോഗത്തിൽ അങ്ങനെയല്ല. രണ്ട് നേതാക്കൾ ഈയിടെ അത് തെളിയിച്ചു. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും പിന്നെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും. കഴിഞ്ഞ മാസം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ നോർവേ സന്ദർശനം വാർത്തയായത് തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ച് ജേർണലിസ്റ്റ് ഹെലെ ലിങ്ങിൻ്റെ ചോദ്യത്തിൽ നിന്ന് മോദി ഒളിച്ചോടി എന്ന നിലക്കാണ്. താങ്കൾ എന്താണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ നേരിടാത്തത് എന്നായിരുന്നു ചോദ്യം തന്നെ. Prime Minister Modi, why don't you take some questions from the freest press in the world? മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ മടിക്കുന്ന ഭരണകർത്താവ് എന്ന ഖ്യാതി വിദേശങ്ങളിൽ അദ്ദേഹം ആർജിച്ചു കഴിഞ്ഞു എന്നർത്ഥം. ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായ പ്രധാനമന്ത്രിമാരിൽ ഒരൊറ്റ സ്വതന്ത്ര വാർത്താ സമ്മേളനത്തിനും നിന്നുകൊടുക്കാത്ത ഒരേ ഒരാൾ എന്ന റെക്കോർഡ് 12 വർഷം പൂർത്തിയാക്കുന്ന മോദിക്ക് സ്വന്തം. 12 വർഷം പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് ഒരു റെക്കോർഡ്. ആ കാലത്തിനിടക്ക് ഒറ്റ വാർത്താ സമ്മേളനവും നടത്താത്തത് മറ്റൊരു റെക്കോർഡ്. ഇക്കാര്യത്തിൽ പക്ഷേ ട്രംപ് മോദിയുടെ നേർവിപരീതമാണ്. ട്രംപ് മാധ്യമങ്ങളെ ധാരാളമായി കാണും, എന്നിട്ട് അവരെ ചീത്ത വിളിക്കും, ശകാരിക്കും, അവയോട് കോപിക്കും. മോദി ചീത്ത വിളിക്കില്ല, പകരം അവയെ കാണുകയേയില്ല. ചില വിഭാഗങ്ങളോടും രാജ്യങ്ങളോടുമുള്ള പുച്ഛം രണ്ടുപേർക്കുമുണ്ട്. ഇരുവർക്കും കുടിയേറ്റക്കാർ എന്നത് ശകാരപദമാണ്. സോമാലിയ എന്ന രാജ്യത്തിൻ്റെ പേരും ശകാരപദം തന്നെ. 10 വർഷം മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മോദി കേരളത്തെ സോമാലിയയോട് ഉപമിച്ചതോർക്കുക. അന്നത് വൻ വിവാദമായി. ഓൺലൈൻ മീമുകൾ പ്രവഹിച്ചു. ഹാഷ്ടാഗ് പ്രചാരണം വലിയ ഹിറ്റായി. അത് വലിയ വാർത്തയുമായി. അന്ന് കേരളത്തെ പ്രതിരോധിച്ചവർ പോലും സോമാലിയയെ ശകാരപദമാക്കിയതിനെ ചോദ്യം ചെയ്തില്ല. അത്തരം വംശീയ പൊതുബോധം മോദിയുടെയോ ഇന്ത്യക്കാരുടെയോ മാത്രം പ്രത്യേകതയല്ല എന്ന് വൈകാതെ ഡൊണാൾഡ് ട്രംപ് കാണിച്ചു തന്നു. കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തുന്നതിനിടെ ട്രംപ് സോമാലികളെ ചവറ് എന്ന് വിളിച്ചു. പാർലമെന്റ് അംഗവും സോമാലി വംശജയുമായ ഇൽഹാൻ ഉമർ ട്രംപിനെ വിമർശിച്ചതിന് മറുപടിയായിട്ടാണ് സോമാലികളെ അദ്ദേഹം അപമാനിച്ചത്. അഴിമതിയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രസിഡന്റാണ് ട്രംപ് എന്ന് ഇൽഹാൻ ഉമർ പറഞ്ഞതാണ് പ്രകോപനം. സോമാലികളെ അവമതിച്ചതിന് തിരിച്ചടിയായി സോമാലിയക്കാർ പറഞ്ഞത് ഇതാണ്: എന്നാലും ഒരൊറ്റ സോമാലിയുടെ പേരും ട്രംപിനെ പോലെ എപ്സ്റ്റീൻ ഫയൽസിൽ ഇല്ലല്ലോ എന്ന്. മാധ്യമങ്ങളെയും ട്രംപ് നന്നായി ചീത്ത പറയും. മോദി അവരെ മാറി നടക്കുകയേ ചെയ്യൂ എങ്കിൽ ട്രംപ് അവരെ എപ്പോഴും കാണും, എന്നിട്ട് ചീത്ത പറയും. ചീത്ത പറയുന്നതും കിറുക്ക് പറയുന്നതുമെല്ലാം എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് എന്ന അഭിപ്രായം പലർക്കുമുണ്ട്. For Canada to become our 51st state, he said it before, he just said it again moments ago. It is a blizzard of political messaging, and it's by design. It's a cacophony, it really is. And I think this is definitely intentional. If you say and do enough things that are crazy or radical at the same time, then your opponents, by which they most definitely mean the news media, can't keep up, they can't focus. ചോദ്യം ഭയന്ന് മാധ്യമങ്ങളെ ഒഴിവാക്കുകയാണ് മോദി ചെയ്യുന്നത്. ട്രംപ് ആകട്ടെ ചോദ്യങ്ങൾ കേട്ടാൽ പൊട്ടിത്തെറിക്കും. 6 മാസം മുൻപ് സൗദി രാജകുമാരനൊപ്പം ട്രംപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ABC ന്യൂസിലെ റിപ്പോർട്ടർ മേരി ബ്രൂസ് ട്രംപിനോട് എപ്സ്റ്റീൻ ബന്ധത്തെപ്പറ്റി ചോദിച്ചു. ട്രംപ് അവരോട് കയർത്തു, നിങ്ങൾ വളരെ മോശം റിപ്പോർട്ടറാണ്, മോശം വ്യക്തിയും എന്ന്. You are a terrible reporter. It's the way you ask these questions. You start off with a man who's highly respected, asking him a horrible, insubordinate and just a terrible question. ഇതിനു മുൻപ് കഴിഞ്ഞ നവംബറിൽ വിമാനത്തിൽ കയറാൻ പോകുന്ന ട്രംപിനോട് ബ്ലൂംബർഗിലെ റിപ്പോർട്ടർ എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി ചോദിച്ചല്ലോ. മിണ്ടാതിരി പന്നി എന്നായിരുന്നല്ലോ ട്രംപിൻ്റെ മറുപടി. വനിതാ റിപ്പോർട്ടർമാരോട് മാത്രമാണ് ഇങ്ങനെ എന്നും കരുതേണ്ട. വാർത്താ സമ്മേളനത്തിൽ ചോദ്യവുമായി എഴുന്നേറ്റ CNN ലേഖകനെ ചോദിക്കാൻ പോലും അനുവദിക്കാതെ ട്രംപ് അടിച്ചിരുത്തി.
I'm not concerned about anything with You the may have Russian indictments coming investigation down. because it's a hoax. Are you- That's enough. Put down the mic. Mr. President, are you worried about indictments coming down in this investigation? Mr. President. I'll tell you what, CNN should be ashamed of itself having you working for them. You are a rude, terrible person. You shouldn't be working for CNN. ഇത് പതിവ് രീതിയാണ്. ചിലരെ നോട്ടമിട്ടിരിക്കും, അവരെ ചോദിക്കാൻ അനുവദിക്കില്ല. കോവിഡ് കാലത്ത് വീഴ്ചകളെ പറ്റിയോ അഴിമതിയെ പറ്റിയോ ചോദിച്ചാൽ ഉടനെ പറയും നിങ്ങൾ വ്യാജന്മാരാണ് എന്ന്. What a stupid question. But I watch you a lot. You ask a lot of stupid questions. You didn't let me ask my question. You've been asking a question for 10 minutes. So please sit down. The argument is that you bought yourself some time. You didn't use it to prepare hospitals. You didn't use it to ramp up testing. Right now, You're so 20 million people disgraceful. are unemployed. It's so disgraceful the way you said it. You know you're a fake. You know that. Your whole network, the way you cover it, is fake. And most of you, and not all of you. കോവിഡ് ബാധിച്ച് 200ഓളം പേർ മരിച്ചു കഴിഞ്ഞ സമയത്ത് ജനങ്ങൾ ആശങ്കയിലാണ്, താങ്കൾ അവരോട് എന്ത് പറയും എന്ന് ചോദിച്ചു. നിങ്ങൾ വ്യാജ വാർത്തക്കാരനാണ് എന്ന് മറുപടി. Nearly 200 dead, 14,000 who are sick, millions, as you witnessed, who are scared right now. What do you say to Americans who are watching you right now who are scared? I say that you're a terrible reporter. That's what I say. ഒരിക്കൽ ടി വിയിൽ ട്രംപ് പറഞ്ഞ കാര്യത്തെപ്പറ്റി ചോദിച്ച റിപ്പോർട്ടറോട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് ഒരു അറപ്പുമില്ലാതെ മറുപടി. ഇമ്മാതിരി ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നും. You've said repeatedly that you think that some of the equipment that governors are requesting they don't actually need. You said New York might not need 30,000. You said it on Sean Hannity's Fox News. You said that you might. Why don't you people act? Let me ask you. You said why some don't state. you act? Why don't you act in a little more positive? It's always trying to My get question you. to you Get you. And you know what? That's why nobody trusts the media anymore. My question to you is, how is that going to impact? Excuse me, you didn't hear me. That's why you used to work for the Times and now you work for somebody else. Look, let me tell you something. Be nice. Don't Mr. be President, my threatening. question Don't be threatening. മറ്റൊരിക്കലും CNN റിപ്പോർട്ടറെ അദ്ദേഹം ശകാരിച്ചു. നിങ്ങളൊക്കെ വ്യാജന്മാർ എന്ന്. AP ലേഖികക്കും CBS ന്യൂസ് ലേഖികക്കും ഒക്കെ കിട്ടിയത് മറുപടിയല്ല, ശകാരം മാത്രം. Just absolutely excoriated by some of the fake news, like you. You're CNN, you're fake news. And let me just tell you, they were excoriated by people like you that don't know any better. What, sir, why are you saying that to me specifically? I'm telling you. I'm not saying it specifically to anybody. I'm saying it to anybody that would ask a nasty question like that. That's not a nasty Please question. go ahead. I have two questions. No, it's okay. But We'll you go pointed here. to me. I have two questions, Mr. Next. President. Next, please. But you called on me. I did, and you didn't respond, and now I'm calling on Sorry, I just the want young lady in the back, please. മാധ്യമങ്ങളെ കൂസാത്ത ട്രംപ് ആയാലും മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മോദി ആയാലും ജേർണലിസ്റ്റുകളെ, വിധേയ ജേർണലിസ്റ്റുകളെ അല്ല, നിവർന്നു നിന്ന് ചോദ്യം ചോദിക്കുന്നവരെ എതിരാളികളായും ശത്രുക്കളായുമാണ് കാണുന്നത്. ജേർണലിസ്റ്റുകളെ കൊന്നാലും പ്രശ്നമില്ല എന്ന അവസ്ഥയുമുണ്ട്. ഗൗരി ലങ്കേഷ് ഇന്ത്യയിലെ വർഗീയതക്കും ജാതീയതക്കുമെതിരെ ശബ്ദിച്ചു. അവരെ വർഗീയ ശക്തികൾ വധിച്ചു. അത് നടന്നിട്ട് 9 വർഷമാകുന്നു. കുറ്റവാളികളെ പിടിച്ച് ശിക്ഷിക്കാൻ ഭരണകൂടത്തിന് താൽപ്പര്യമുണ്ടായിരുന്നെങ്കിൽ അവർ ജയിലിലാകേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഇല്ല. പ്രതികൾ രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറുന്നു, തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചു കയറുന്നു, അധികാരസ്ഥരാകുന്നു. കൊലക്കേസ് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു. ഇപ്പോൾ ഇതാ ആ കേസ് പരിഗണിക്കുന്ന ജഡ്ജി പിന്നെയും മാറി. ഇപ്പോൾ വന്നത് 7ാമത്തെ ജഡ്ജി. അമേരിക്കയിൽ സ്ഥിതി ഭിന്നമല്ല. അമേരിക്കൻ പൗരത്വമുള്ള ജേർണലിസ്റ്റ് ആയിരുന്നല്ലോ അൽ ജസീറയിലെ ഷിരീൻ അബു ആഖല. ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ റിപ്പോർട്ടിങ്ങിനിടെ ഇസ്രായേൽ സേന അവരെ വെടിവെച്ച് കൊന്നു. പ്രസിഡന്റുമാർ മാറി വന്നിട്ടും അമേരിക്ക അതൊന്ന് ശരിക്കും അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല. അൽ ജസീറ കേസ് കൊടുത്തു. അവർ സ്വന്തം നിലക്ക് അന്വേഷിച്ചു. UN അടക്കം പലരും അന്വേഷിച്ചു. ഇസ്രായേലിൻ്റെ കുറ്റം തെളിഞ്ഞു. ഇപ്പോൾ വർഷം 4ആയി. ഇസ്രായേലാണ് കുറ്റവാളി എന്ന് വ്യക്തമായിട്ടും അമേരിക്ക ഒരു നടപടിയും എടുത്തില്ല. അമേരിക്ക ജേർണലിസ്റ്റുകളോട് പുലർത്തുന്ന സമീപനം ഇതിൽ നിന്ന് വ്യക്തം. സത്യമല്ല, യഥാർത്ഥ ജേർണലിസം അല്ല ഇത്തരം നേതാക്കൾക്ക് വേണ്ടത്. തങ്ങൾ പറയും, അത് ജനങ്ങൾ വിശ്വസിക്കണം. വാക്ക് മാറിയാലും പറഞ്ഞത് മാറ്റി പറഞ്ഞാലും അത് വകവെച്ച് കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് ട്രംപ് ഇറങ്ങിപ്പോയി. ട്രംപ് വാക്ക് മാറ്റി പറയുന്നത് ചൂണ്ടിക്കാട്ടിയതിനായിരുന്നു അത്. ABC ചാനലിൻ്റെ അഭിമുഖ പരിപാടിയായ മീറ്റ് ദ പ്രസ്സിന് വേണ്ടി അഭിമുഖകാരി ക്രിസ്റ്റൻ വെൽക്കർ ട്രംപിനെ കണ്ടു. പതിവ് പോലെ ട്രംപ് പതിവുള്ള
വ്യാജ അവകാശവാദങ്ങൾ ഉരുക്കഴിച്ചു. ഇറാനെ തോൽപ്പിച്ച് കഴിഞ്ഞു എന്നും മറ്റും. അത്രയുമായപ്പോൾ വെൽക്കർ ചോദിച്ചു, തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് താങ്കൾ പറഞ്ഞിരുന്നല്ലോ ഒറ്റ യുദ്ധവും ഇനി താങ്കൾ നടത്തില്ല എന്ന്. പിന്നെ എന്തുകൊണ്ട് ഇറാനെതിരെ യുദ്ധം? What changed? Because you insisted no new wars. I didn't guarantee no war. ഇനി പുതിയ യുദ്ധം ഉണ്ടാകില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന് ട്രംപ് വാദിച്ചു. വെൽക്കർ വിട്ടില്ല. You said it over and over again, Mr. Why would I President. build a military? Now, I didn't want to use this, but I'm doing you and everybody else a big favor. ട്രംപ് തറപ്പിച്ച് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. വെൽക്കറും തറപ്പിച്ച് പറഞ്ഞു, താങ്കൾ അങ്ങനെ പറഞ്ഞു എന്ന്. മുൻ തെരഞ്ഞെടുപ്പിൽ തട്ടിപ്പ് നടന്നു എന്ന് ട്രംപ്. തെളിവെവിടെ എന്ന് വെൽക്കർ. തർക്കമായി. വെൽക്കർ തട്ടിപ്പുകാരി എന്നായി ട്രംപ്. ഞാൻ വെറും ജേർണലിസ്റ്റ് എന്ന് വെൽക്കർ. You're crooked. Your press is crooked, and Meet the Press is crooked. To be fair, I'm not crooked, but let's Really? let's Well, you continue. play right into their hands. Then. Let's continue. You're either crooked or you're stupid. Let's you play continue. right into their hands with this crap. You know that these elections are rigged. Your network knows that they're rigged. You know that I won an election in a landslide, and I got 94% bad press. But Mr. President, you know why I you've got never that? presented Because you have no evidence. credibility. But you've never presented evidence. പറയുന്നതിനൊന്നും താങ്കൾ തെളിവ് നൽകുന്നില്ലല്ലോ, തെളിവ് എവിടെ എന്ന് വെൽക്കർ. വീണ്ടും വാക്ക് തർക്കം. തെളിവ് ചോദിച്ചു വെൽക്കർ. ഒടുവിൽ ഉത്തരം മുട്ടിയപ്പോൾ ട്രംപ് മാധ്യമങ്ങളെ ചീത്ത വിളിച്ച് അഭിമുഖം നിർത്തി എഴുന്നേറ്റു. Your elections are crooked, and you're crooked, and Meet the Press is crooked, and so is ABC, and CBS, and CNN. But Mr. President, you're one-sided crooked network. So let's call it quits, because I've had enough. Thank you, darling. Have a good time. Mr. President, let's please. I traveled all the way to Wisconsin. I've sat in the rain with you. I know. I've sat in the rain with you for an hour, on and off in the rain, and I've given you enough time. You ought to straighten out your press, because you know what? Mr. President, a country can never be great with a dishonest Listen, press. we traveled all the way to. വാസ്തവം എന്താണ്? ട്രംപ് കള്ളമാണ് പറയുന്നത്. പുതുതായി ഒരു യുദ്ധവും തുടങ്ങില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് അദ്ദേഹം വോട്ട് ചോദിച്ചിരുന്നത്. രാജിവെച്ച ജോ കെന്റ് പറഞ്ഞ പോലെ ഇസ്രായേലിന് വേണ്ടിയാണ് ഇറാനുമായി യുദ്ധം തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജോ ബൈഡനെയും കമല ഹാരിസിനെയും ട്രംപ് കുറ്റപ്പെടുത്തിയത് അവർ അനാവശ്യ യുദ്ധത്തിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാണ്. ഭരണം കിട്ടിയപ്പോഴോ അതെല്ലാം മറന്ന് ട്രംപ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം തുടങ്ങി. അഭിമുഖത്തിൽ ക്രിസ്റ്റൻ വെൽക്കർ പറഞ്ഞത് കൃത്യമായിരുന്നു. യുദ്ധം തുടങ്ങില്ലെന്ന് ട്രംപ് പലതവണ വാക്ക് പറഞ്ഞിരുന്നു. സമാധാനത്തിനു വേണ്ടി വോട്ട് എന്നാണ് ട്രംപും വാൻസും അഭ്യർത്ഥിച്ചത്. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി JD വാൻസ് ട്രംപിനെ സമാധാനവാദി എന്ന് പ്രശംസിച്ചു. പുതിയതായി യുദ്ധം തുടങ്ങില്ലെന്നത് മികച്ച വിദേശ നയമാണെന്ന് പറഞ്ഞു. ട്രംപ് പ്രസിഡന്റും വാൻസ് വൈസ് പ്രസിഡന്റുമായി. അധികാരം നിലനിർത്താൻ ഒബാമ വേണ്ടാത്ത യുദ്ധം തുടങ്ങിയെന്നും ആ വകയിൽ അമേരിക്കക്ക് നഷ്ടമുണ്ടാക്കി എന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപ് പറഞ്ഞു. പണ്ട് ഇറാഖിൽ ചെയ്ത യുദ്ധം കനത്ത നഷ്ടമായെന്ന് JD വാൻസ് പറഞ്ഞു. ഇറാനുമായി യുദ്ധം വേണ്ട എന്നെഴുതിയ ടീഷർട്ട് വരെ അന്ന് അവർ പ്രചാരണത്തിലിറക്കി. ട്രംപിൻ്റെ പാർട്ടിക്കാരും അന്ന് പ്രചാരണം ഏറ്റുപിടിച്ചു. അങ്ങനെ വോട്ട് വാങ്ങി ഈ സമാധാനവാദികൾ ഭരണത്തിലെത്തി. അനേകം തവണ ട്രംപ് അങ്ങനെ പ്രസംഗിച്ച് കയ്യടി നേടിയതാണ്. പുതുതായി ഒരു യുദ്ധവും ഞാൻ തുടങ്ങില്ല, യുദ്ധമോഹികളെ തുരത്തും എന്നൊക്കെ. ഒരാൾ എണ്ണി നോക്കി 50 തവണയെങ്കിലും അദ്ദേഹം ഇത് പറഞ്ഞതായി കണ്ടു. Said, oh, he's going to start a war because they said I had that personality to start a war. They remember that? Oh, we can't vote for him. He's going to start a war. No, I used my personality that we didn't have to have wars. I was the first president in decades who started no new wars. Who started no new wars and no new wars. No new wars. We don't need the wars, foreign lands, countries you've never heard of, countries that don't even want us there. I was the first president in decades who started no new wars. I was the first president in decades who started no new wars. എന്നിട്ടിപ്പോൾ ഒരു ജേർണലിസ്റ്റ് പഴയ വാക്ക് ഓർമ്മിപ്പിച്ചപ്പോൾ ട്രംപ് നിഷേധിക്കുന്നു, ക്രുദ്ധനാകുന്നു, അവഹേളിക്കുന്നു, സ്ഥലം വിടുന്നു. വിധേയ മാധ്യമങ്ങൾ ഈ കള്ളങ്ങൾ മറച്ചുവെച്ചാലും ജനങ്ങൾ കാണും. സ്വന്തം വാക്ക് തെറ്റിച്ചുകൊണ്ട് ആരെയാണ് ട്രംപ് തൃപ്തിപ്പെടുത്തുന്നത്? ഒരിക്കൽ കൂടി ഒരു അഭിമുഖം ട്രംപിനെ തുറന്നു കാട്ടിയിരിക്കുന്നു.
മാധ്യമങ്ങളോടുള്ള ശത്രുത ട്രംപ് മറച്ചുവെക്കാറില്ല. എന്തിനേറെ, വൈറ്റ് ഹൗസിൻ്റെ വെബ്സൈറ്റിൽ മാധ്യമങ്ങളെ കുറ്റം പറയാൻ മാത്രമായി ഒരു സെക്ഷൻ തന്നെയുണ്ട്. ഇതാ ചില ശകലങ്ങൾ. CNN എതിരെ, ചീത്ത മാധ്യമങ്ങളെന്ന് ട്രംപ് കണക്കാക്കുന്ന ചിലതിനെതിരെ, മോശം മാധ്യമങ്ങളുടെ ദിവസപ്പട്ടിക, സ്ഥിരം കുറ്റവാളികളുടെ പട്ടിക. വിമർശകരോടുള്ള ട്രംപിൻ്റെ വെറുപ്പ് എത്രയെന്ന് കാണാൻ ഒരു ഉദാഹരണം ഇതാ. സ്റ്റീവൻ കോൾബെയർ എന്ന കൊമേഡിയൻ കഴിഞ്ഞ ദിവസം തൻ്റെ ഷോ അവസാനിപ്പിച്ചു. അമേരിക്കയിലെ CBS ചാനലിലെ ലേറ്റ് നൈറ്റ് ഷോ 12 വർഷമായി ജനപ്രീതിയിൽ മുന്നിലായിരുന്നു. എങ്കിലും അത് ഒടുവിൽ നിർത്തി. ട്രംപിനെ കോൾബെയർ നന്നായി വിമർശിക്കുമായിരുന്നു. പരിപാടി അവസാനിപ്പിച്ചത് ഒന്ന് ആഘോഷിക്കണമെന്ന് ട്രംപിന് തോന്നി. കോൾബെയറിനെ ചവറ്റുപെട്ടിയിലേക്ക് താൻ എടുത്തിടുന്ന ഒരു AI വീഡിയോ ട്രംപ് പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ ഇങ്ങനെ. ഒരു പ്രസിഡന്റാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഓർക്കണം. Welcome back to our final broadcast, ladies and gentlemen. ഇത്ര അസഹിഷ്ണുതയോ എന്ന് അത്ഭുതപ്പെട്ട ഒരാൾ ഇതിലൊരു ഭേദഗതി വരുത്തി. ഇക്കുറി ട്രംപ് കോൾബെയറിനെയല്ല, കോൾബെയർ ട്രംപിനെയാണ് ചവറ്റുപെട്ടിയിലേക്ക് ഇടുന്നത്. മാത്രമല്ല, ചവറ്റുപെട്ടിക്കൊരു പേരുമുണ്ട്, കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് ഉള്ളത് എന്ന്. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും പരമാവധി അപമാനിക്കലാണ് ട്രംപിൻ്റെ രീതി. അമേരിക്കയിൽ അതിലപ്പുറം ശിക്ഷിക്കാൻ എളുപ്പമല്ല. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇവിടെ അപമാനിക്കലല്ല, മാധ്യമവേട്ടയും മാധ്യമപ്രവർത്തകരെ കുടുക്കലുമാണ് ശൈലി. മോദി ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഓസ്ലോയിൽ തന്നെ അടുത്ത ദിവസം ചെന്ന് ദ സ്ക്രോൾ വാർത്താ പോർട്ടലിലെ സുപ്രിയ ശർമ്മ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു. താൻ അടക്കമുള്ളവർക്കെതിരെ കേസും ഭീഷണിയുമായി വരുന്നു സർക്കാർ. 12 വർഷത്തെ മോദി ഭരണത്തിൽ കുറേ മാധ്യമങ്ങളെ വശത്താക്കി വിഴുങ്ങി മറ്റുള്ളവയെ വേട്ടയാടുന്നു. മനുഷ്യാവകാശ പ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും ശത്രുതാ മനോഭാവത്തോടെ ഒതുക്കാൻ ശ്രമിക്കുന്നു. The faces you see here are of civil rights activists who spent years in jail. Some are still behind bars because they have been arrested under draconian laws that make it nearly impossible to get bail. Even journalists have not been spared. Siddique Kappan was on his way to cover protests against a rape case in a state ruled by Modi's party when he was arrested under the anti-terror law. He spent 28 months in jail. Mohammed Zubair, a fact-checker, was arrested on grounds that one of his tweets insulted Hindu sentiments. മോദി സർക്കാരിൻ്റെ വർഗീയ അജണ്ട തുറന്നു കാട്ടുന്ന മാധ്യമങ്ങളെയാണ് സർക്കാർ പലതരത്തിൽ വേട്ടയാടുന്നത്. And so, as his party and government have gone about recasting India into an orthodox, illiberal Hindu nation where you can be killed for the food you eat, jailed if you love someone from another community, where discrimination is now written into the law, Modi has ensured the media is on his side. അമേരിക്കയും ഇന്ത്യയും 2 ജനാധിപത്യ രാജ്യങ്ങൾ. പക്ഷേ ട്രംപും മോദിയും മാധ്യമങ്ങളോട് പുലർത്തുന്ന സമീപനം സഹിഷ്ണുതയല്ല, ശത്രുതയാണ്. ഇന്ത്യയിൽ മോദിയുടെ 12 വർഷത്തെ ഭരണം മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഏൽപ്പിച്ച പരിക്ക് വിശദമായ പരിശോധന തന്നെ അർഹിക്കുന്നുണ്ട്.